നിങ്ങളുടെ കയ്യിൽ 500 രൂപയുടെ നോട്ടിന് പകരം 100 രൂപയുടെ 5 നോട്ട് കിട്ടിയാൽ നിങ്ങൾ കൂടുതൽ പണക്കാരനാകുമോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സിന്റെ ഫ്ലെക്സിബിലിറ്റിയും ലിക്വിഡിറ്റിയും കൂടുന്നുണ്ട്. അതിനാൽ തന്നെ സ്റ്റോക്സ് വാങ്ങാനും വിൽക്കാനും കൂടുതൽ എളുപ്പമാവും എന്നല്ലാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനാൽ തന്നെ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണമാക്കാതിരിക്കുക. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ റിലയൻസ് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 1:1 ബോണസ് ഇഷ്യൂ ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതുവഴി നിലവിൽ റിലയൻസിന്റെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നവരുടെ ഷെയർസ് ഇരട്ടിയാവും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയർസ് മാത്രമാണ് ഇരട്ടിയാവുന്നത്, വാല്യൂവിൽ വ്യത്യാസം വരുന്നില്ല. അതായത് നിലവിൽ 3000 രൂപ വിലയുള്ള ഷെയർ 2 ആകുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് 6000 ആകുന്നില്ല. പകരം ഷെയർ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് 3000 രൂപയുടെ ഒരു ഷെയർ 1500 രൂപ വിലയുള്ള 2 ഷെയറായി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കാണും. കമ്പനീസിന് അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ബോണസായും ഡിവിഡൻഡായും റിവാർഡ് കൊടുക്കാൻ സാധിക്കും. എന്നാൽ കൂടുതൽ കമ്പനീസ് പ്രിഫർ ചെയ്യുന്നത് ബോണസാണ്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ബോണസ് കൊടുക്കുക വഴി സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി കൂടും. അതിനാൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് വാങ്ങാൻ സാധിക്കും. രണ്ടാമതായി, ഡിവിഡൻഡ് കമ്പനീസിന്റെ ഒരു എക്സ്പെൻസ്